യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിലേറെ പേരും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസൂയപ്പെടുന്ന ഒരു യാത്രയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. UAE യിൽ നിന്ന് കേരളത്തിലേക്ക് റോഡ് മാർഗം ഒരു യാത്ര. ഇത് വെറും ഒരു യാത്രയല്ല, ഇന്നത്തെ സമൂഹത്തിന് മഹത്തായ സന്ദേശം പകർന്നുള്ള ഒരു യാത്ര. UAE യിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്ക് പലരും യാത്രകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ആ യാത്രകളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമാർന്ന കയ്യൊപ്പ് പതിക്കാൻ ആഗ്രഹിച്ചാണ് രജിത്തും ബിനീഷ് കൃഷ്ണനും ഇന്ന് UAE യിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെ ലെറ്റ് അഡ്വഞ്ചർ ബി യുവർ അഡിക്ഷൻ എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 13,000 കിലോമീറ്റർ വരുന്ന യാത്രയ്ക്ക് തുടക്കമിട്ടത്. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ജനറേഷൻ എല്ലാവരും നല്ല പറയുന്നത്, എന്നാലും കുറേ ഈ പലതരം ലഹരിക്ക് അടിമകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പകരം ജീവിതത്തിൽ തന്നെ ഒരു ലഹരിയായിട്ടും അതിൽ ഇങ്ങനത്തെ അഡ്വഞ്ചറുള്ള ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അത് നമുക്ക് അതിനൊക്കെ നല്ല ഹൈ തരുന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 40 ദിവസങ്ങൾ കൊണ്ട് 10 രാജ്യങ്ങൾ സഞ്ചരിച്ച് കേരളത്തിലെത്താനാണ് പദ്ധതി. ദുബായ് രജിസ്ട്രേഷൻ വാഹനത്തിൽ മുഴുവൻ സമയം ഡ്രൈവ് ചെയ്ത് പൂർണ്ണമായ റോഡ് മാർഗമാണ് ഇവരുടെ യാത്ര. UAE, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലൂടെയാണ് ഇവർ സഞ്ചരിക്കുക. നമ്മൾ UAE നിന്ന് ഇറാനിലേക്കാണ് ആദ്യം പോകുന്നത്. ഇറാനിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തജിക്കിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാൻ, കിർഗിസ്ഥാനിൽ നിന്ന് കസാക്കിസ്ഥാൻ, പിന്നെ ചൈന, ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ. ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് മാപ്പ് കിടക്കുന്നത്. സാഹസ്യവും എന്നാൽ കൗതുകകരവുമായ യാത്ര വഴി ജനങ്ങൾ, നഗരങ്ങൾ, സംസ്കാരങ്ങൾ, ജീവിത രീതികൾ, വികസന പ്രവർത്തനങ്ങൾ, പ്രകൃതി ഭംഗി, അതിർത്തികൾ, വ്യത്യസ്തമായ നിയമങ്ങൾ എന്നിവയെല്ലാം നേരിട്ട് കാണാനും അനുഭവിക്കാനാകുമെന്ന പ്രതീക്ഷയും ഇരുവരും പങ്കുവയ്ക്കുന്നു. നിരവധി കടമ്പകൾ കടന്നാണ് യാത്രയ്ക്കുള്ള രേഖകൾ ശരിയാക്കിയത്. ഇതിനായി മാസങ്ങളുടെ അധ്വാനം തന്നെ വേണ്ടി വന്നു. ഓൺലൈനായിട്ട് ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ആദ്യം അറിയണം. കാരണം നമ്മൾ നോർമലായിട്ട് പോകുകയാണെങ്കിൽ വിസ മാത്രം മതി, നമ്മൾ വണ്ടിയും കൂടി കൊണ്ടുവന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറേ പ്ലാനിങ് നടന്നു. പിന്നെ മെയിനായിട്ടുള്ള രാജ്യങ്ങൾ തുർക്ക്മെനിസ്ഥാൻ, ചൈന പോലത്തെ രാജ്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ആസ് എ ടൂറിസ്റ്റ് പോലും നേരെ പോകാൻ പറ്റില്ല. അതിന് അവിടുത്തെ കുറേ ഡോക്യുമെൻറ്റേഷൻസ് അവിടുത്തെ കമ്പനികളുടെ നിന്ന് ആവശ്യമുണ്ട്. ഇതെല്ലാം കിട്ടിയാൽ മാത്രമേ നമുക്ക് വിസ പ്രോസസ്സിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു 5-6 മാസം കൊണ്ട് ഒരു ഫൈനൽ രൂപമായിട്ട് മാറിയതാണ്. ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ചിലാണ് നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പോകാൻ നേരത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ മാത്രം പോകാനല്ല, ഞാനൊരു 3-4 വണ്ടിയൊക്കെ ആയിട്ട് കോൺവേ ആയിട്ട് പോകാനുള്ള പരിപാടിക്കായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നെ ഒരുപാട് എൻക്വയറി വന്നെങ്കിലും പിന്നെ ആരും ഉണ്ടായില്ല. ഫൈനലി പിന്നെ ഞങ്ങൾ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. താമസവും വാഹനവും ഉൾപ്പെടെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഇരുവരുടെ യാത്ര. ഇതിനായി ടയോട്ടയുടെ ഫോർറണ്ണർ എന്ന വാഹനത്തിൽ നിരവധി മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയിട്ടുണ്ട്. വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ പോകുന്ന റൂട്ടുകളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, ടെറൈൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ സ്യൂട്ടായിട്ടുള്ള ഒരു സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ടിലത്തെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് ബമ്പറൊക്കെ മെറ്റൽ ബമ്പറൊക്കെ ഉണ്ട്. അത് വേറെ പിന്നെ സ്കിറ്റ് പ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മെയിനായിട്ടുള്ള നൈറ്റൊക്കെ പോകുമ്പോഴുള്ള ലൈറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ തീരെ വെളിച്ചുണ്ടാവില്ല, നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ലൈറ്റ്, നല്ല പവർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ തന്നെ വെച്ചിട്ടുള്ളത്. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പെട്രോൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് റൂഫ് റാക്ക്, അതിന് മുകളിലാണ് ജെറിക്കാൻ വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 40 ലിറ്ററിൻ്റെ അടുത്ത് മുകളിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. തജിക്കിസ്ഥാനിലെ മലമ്പ്രദേശങ്ങളാകും കുറച്ച് വെല്ലുവിളി ഉയർത്തിയെന്ന ആശങ്കയും ഇരുവരും പങ്കുവച്ചു. എന്നാൽ ഇതിനെയും തരണം ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസം യാത്രയ്ക്ക് കരുത്താകുന്നു. തജിക്കിസ്ഥാനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മലമ്പ്രദേശമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട്. പാമീർ ഹൈവേസ് പറയും. അത് ലോകത്തിലെ
ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിംഗ് ഉള്ള ഒരു ഹൈവേ ആണത്. അതായത് നമ്മുടെ ഈ എന്താ പറയുക, ഇങ്ങനത്തെ ഓവർലാൻഡേഴ്സിൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ പറയും, അതാണ് പാമീർ ഹൈവേ. അവിടെ എന്താ വെച്ചാൽ 1200 കിലോമീറ്റർ നീളമുള്ള ഹൈവേ ആണ്. ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് എന്താ പറയുക ആൾട്ടിറ്റ്യൂഡിൽ കൂടെ പോകുന്ന ഒരു മലയാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സിനിടയിൽ വേറെ ഫ്യൂൽ സ്റ്റേഷൻ കണ്ടുവെന്ന് വരില്ല. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ ജെറിക്കാനും കാര്യങ്ങളും കരുതുന്നത്. പിന്നെ അവിടുത്തെ പോയാൽ നമ്മൾ അവിടുത്തെ ലോക്കൽസിൻ്റെ ഒരു പേയിങ് ഗസ്റ്റ് എന്നുള്ള ആ റേഞ്ചിൽ, കാരണം വലിയ ഹോട്ടൽസ് ഉണ്ടാവില്ല. ടോട്ടൽ പോപ്പുലേഷൻ്റെ ചെറിയ പെർസെൻറ്റേജ് ഈ പാമീർ റീജിയനിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ അഫ്ഗാനിസ്ഥാൻ ബോർഡർ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ ഒരു പുഴയുടെ അപ്പുറം അഫ്ഗാൻ അതിർത്തിയും ഗ്രാമങ്ങളുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ നമ്മൾ ടെറൈൻ കൂടെയാണ് നമ്മൾ പോയി പോകാൻ ഉദ്ദേശിക്കുന്നത്. UAE-യിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് രജിത്ത്. ബിനീഷിന് സ്വന്തമായി ചെറിയൊരു സംരംഭമുണ്ട്. ഇതിൽ നിന്ന് മിച്ചം പിടിച്ച തുക കൊണ്ടാണ് ഇരുവരുടെയും യാത്ര. ഇവരുടെ സ്വപ്നങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. അഡ്വഞ്ചർ നമ്മൾ ഓരോ മേഖല എടുക്കുമ്പോൾ പിന്നെ അടുത്തത് ഇപ്പോൾ നമ്മൾ ബക്കറ്റ് ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഹൈക്കറാണ്. അപ്പോൾ എനിക്ക് മൗണ്ടൻസും കാര്യങ്ങൾ കയറാന്നുള്ളതുണ്ട്. കൂടെ ട്രാവലിംഗ് ഉണ്ട്. ആളിപ്പോൾ ഓഫ് റോഡിങ്ങിൻ്റെ ഇതാണ്. അപ്പോൾ ആൾ കുറേ രാജ്യങ്ങൾ കൂടെ ഡ്രൈവ് ചെയ്യണമെന്ന് അങ്ങനെ രണ്ടുപേർക്കും കുറേ കോമൺ ആയിട്ടുള്ളതും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഈ അഡ്വഞ്ചർ മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. രജിത്തിൻ്റെയും ബിനീഷ് കൃഷ്ണൻ്റെ യാത്രയ്ക്ക് നമസ്തേ അറേബ്യയുടെ ആശംസകൾ. അതോടൊപ്പം പുത്തൻ തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന ചെറിയൊരു ഓർമ്മപ്പെടുത്തലും. നമസ്തേ അറേബ്യയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.